ഹലോ ഗായ്സ്, ജെയ്മീൻ 2025 ജനുവരി 23 സെക്കൻഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, ദ ലെങ്ത് ഓഫ് കോഡ് ഓഫ് ദ എലിപ്സ് x²/4 + y²/2 = 1 ഹൂസ് മിഡ് പോയിന്റ് ഈസ് 1,1/2. അപ്പോൾ നമുക്കറിയാം ഇത് കോണി സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? അതായത് നമ്മൾ ആദ്യം എന്താക്കുക, ഇക്വേഷൻ ഓഫ് കോഡ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് കോഡ്സ് എങ്ങനെയാണ്? ഇക്വേഷൻ ഓഫ് കോഡ് വിത്ത് മിഡ് പോയിന്റ് എന്ന് നമുക്കറിയാം, t = S1. ഓക്കെ, അത് ചെയ്യാം. റെഡി അല്ലേ? എന്നിട്ട് നമ്മൾ എന്താക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് എന്താണ്? ഇക്വേഷൻ ഓഫ് കോഡ് അല്ലെ, കോഡ് ആൻഡ് എലിപ്സ്. ഓക്കെ, എലിപ്സ് രണ്ടും നമ്മൾ എന്താക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താക്കാം, ശ്രദ്ധിക്കുക, നമുക്ക് ലെങ്ത് ഓഫ് കോഡ് കണ്ടുപിടിക്കാം അല്ലെ. എന്താണ്? യെസ്, മോഡുലസ് ഓഫ് x2 - x1 × √1 + m². റെഡി അല്ലേ? എന്താണ് ഈ മോഡുലസ് ഓഫ് x2 - x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഓരോ സൊല്യൂഷൻസ് ആണ് എന്താ, x1ഉം അതേപോലെ തന്നെ x2ഉം. അതായത് ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു എലിപ്സ് ഉണ്ട് അല്ലെ. ആ എലിപ്സിൻ്റെ ആ കോഡ് വിത്ത് ഗിവൺ മിഡ് പോയിന്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ മീറ്റിംഗ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിരിക്കും x1ഉം അതേപോലെ തന്നെ x2ഉം. ഓക്കെ, ഓർ ആ മിഡ് പോയിന്റ് എക്സ് കോർഡിനേറ്റിനാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ല? സോ നമുക്ക് എന്താക്കാം, 1/1 ആയിട്ട് ചെയ്തു വെക്കാം. അപ്പോൾ ആദ്യം തന്നെ t = S1. ഓക്കെ, അപ്പോൾ t = S1 നമ്മൾ ആദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം s എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ഓക്കെ, വാട്ട് ഈസ് S1? s എന്ന് പറഞ്ഞാൽ നോക്കണേ, x² / 4 + y² / 2 - 1 = 0. ഓക്കെ അല്ലേ? ഇതാണ് s എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി S1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്ക് 1,1/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ 1/4. ഓക്കെ, പ്ലസ് 1/4, ഇത് 1/2 1/8 - 1 = 0. അത് അവിടെ നിൽക്കട്ടെ. ഇനി t എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നുമില്ല, x² മാറ്റുക, x1 അല്ലെ /4. ഓക്കെ, പ്ലസ് y² മാറ്റുക, y1 /2 - 1 = 0. ഇവിടെ x1 y1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മിഡ് പോയിന്റ് ആണ്. അതാ 1,1/2. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, x × ഓക്കെ, x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ x/4 എന്ന് കിട്ടി. ശരിയല്ലേ? പ്ലസ് y. ഓക്കെ, y × y1 നമുക്കറിയാം 1/2 ആണ്. സോ y /4 അല്ലെ -1 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0. ശരിയല്ലേ? റെഡി അല്ലേ? അല്ല, ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആവശ്യമില്ല. കാരണം എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ടി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഈസ് ഈക്വൽ ടു എന്താകണ്ട? 0 വേണ്ട. റെഡി? അപ്പോൾ ഇതാണ് മക്കളെ എന്താ, ടി അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ. അഥവാ t = S1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. അപ്പോൾ നമ്മൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം മക്കളെ? യെസ്, x /4 + y /4 - 1 = S1 എന്ന് പറഞ്ഞാൽ 1/4 + 1/8 - 1 1/4 + 1/8 - 1 അല്ലെ. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി. ഞാൻ മൊത്തം 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ x + y + 1 + 1/2 എന്ന് കിട്ടും. അഥവാ x + y = എന്താണ്? 3/2. ഓക്കെ, റെഡി? ഇതാണ് നമ്മുടെ കോഡ് വിത്ത് ഗിവൺ മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെയും നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷനെ നമ്മൾ എന്താക്കാം, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക? y = 3/2 - x എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എടാ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ y = 3/2 - x കൊടുത്ത് നമ്മൾ എന്താക്കുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ വി ക്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? യെസ്, x² നോക്കണേ, x² / 4 പ്ലസ് ഓക്കെ y = 3/2 - x. അഥവാ y = 3/2 - x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യെസ്, 3/2 - x² എന്ന് വരും. ഓക്കെ, ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? യെസ്, 2 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1. നമുക്ക് അങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഞാനത് കിട്ടാൻ വേണ്ടി ഞാൻ മൊത്തം എന്താക്കണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ x² അല്ലെ പ്ലസ് 2 × 3/2 - x² നമുക്കറിയാം 9/4 plus 2 × 3 minus 3x. ഓക്കെ, -3x. ഓക്കെ, പ്ലസ് x² അല്ലെ. ഞാൻ മൊത്തം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എന്തുണ്ടാ? 4 ഉണ്ട്. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് അഗൈൻ സിംപ്ലിഫൈ ചെയ്താൽ x² അല്ലെ പ്ലസ് 9/2 - 6x + 2x² = എന്താണ്? 4 എന്ന് കിട്ടി.
ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് സിംപ്ലിഫൈ 2x² + x² നമ്മുടെ വാട് സാർ 3x² - 6x ഓക്കെ പ്ലസ് 9/2 - 4 = 0. എഗെയിൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x² - 12x ഇതെന്ത് വരും പ്ലസ് 1 = നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. റെഡി അല്ലേ? 6x² - 12x + 1 = 0. ഓക്കെ റെഡി അല്ലേ? ഇനി നമുക്ക് അവിടെ എന്ത് വേണം? അതിൻ്റെ സ്ലോപ്പ് വേണം. ഓക്കെ ശ്രദ്ധിക്കുക. സ്ലോപ്പ് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് എന്താ വേണ്ടത്? ലെങ്ത് ഓഫ് ദ കോഡിൻ്റെ ഇക്വേഷൻ വേണം അല്ലേ? അതെന്താണ്? യെസ്, ലെങ്ത് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് x2 - x1 × √1 + m² ആണ്. ഈ മോഡുലസ് ഓഫ് x2 - x1 നമുക്ക് എങ്ങനെ കിട്ടും? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അവിടെ ഡിഫറൻസ് ഓഫ് എന്താണ്? റൂട്ടാണ്. ഓക്കെ ഇത് x1 ഇത് x2. ഓക്കെ എങ്ങനെയാണ് ഡിഫറൻസ് ഓഫ് റൂട്ട് കണ്ടുപിടിക്കുക? √d / മോഡുലസ് ഓഫ് a അല്ലേ? എന്താ √d എന്ന് പറയുന്നത്? നമുക്കറിയാം b² - 4ac / മോഡുലസ് ഓഫ് a അല്ലേ? അപ്പോൾ b² എന്ന് പറഞ്ഞാൽ 12² അഥവാ 144. ഓക്കെ മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 × 6 എന്ന് പറയുമ്പോൾ 24. ഐ എം കറക്റ്റ്? 4 × a × c 24 ശരിയല്ലേ? 24 / താഴെ എന്ത് വരും? 6 അല്ലേ? 6 എന്ന് വരും. ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട് അഥവാ √120 / 6 എന്ന് വരും. റെഡി അല്ലേ? അതാണ് മോഡുലസ് ഓഫ് x അല്ലേ? അഥവാ √120 / 6. ഓക്കെ ഇനി √1 + m² എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ നമുക്കറിയാം ഇങ്ങനൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ് ഇറ്റ് ഈസ് -1 അല്ലേ? -1 ആണ്. എങ്ങനെയാണ്? y = mx + c യുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ m എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? -1 ആണ്. റെഡി അല്ലേ? അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ √1 + -1² എന്ന് പറയുമ്പോൾ √2 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെന്താക്കാം? സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? 120 നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? 120 അല്ലേ? 2 60 അല്ലേ? 2 30 അല്ലേ? 2 എന്താണ് 15 അല്ലെങ്കിൽ 2√30 എന്ന് കൊടുക്കാം. ശരിയല്ലേ? 2√30 അല്ലെ × √2 / ഇവിടെ എന്താണ് 6 നമുക്ക് എന്താ ഇത് കട്ടായിട്ട് പോയി. ഓക്കെ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. √15 ടൈമിലാണ് എന്താക്കിയിരിക്കുന്നത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ √30 നമുക്ക് എന്താക്കാം? √2 × എന്താണ് √15 എന്നാക്കാം. ശരിയല്ലേ? × √2 / താഴെ എന്താണ് 3 ആണ്. അപ്പോൾ 2/3 √15 എന്ന് വരും. ഓക്കെ 2/3 √15 എന്ന് വരും. ഓക്കെ 2/3 √15 അഥവാ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ.